ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം ദയവായി എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഈ BJP-ക്കാർ ഇപ്പോൾ ഈ അസത്യത്തെക്കാൾ വല്ലാത്ത ഈ എന്താ ഒരു ഈ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ അസത്യത്തെക്കാൾ അർത്ഥസത്യങ്ങൾ. എന്താ ഞാനത് പറയാൻ കാര്യമെന്നറിയോ? സഖാവ് പ്രകാശ്കാരായിട്ടൊരു കത്തെഴുതി എന്നത് കത്തെഴുതി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് കത്തെഴുതിയത്. ആ കത്തിനെ സംബന്ധിച്ച് BJP പറഞ്ഞ് പ്രചരിപ്പിച്ചതായ കെട്ടുകഥകൾ, ആ കെട്ടുകഥകളെ സംബന്ധിച്ചുള്ളതിൽ CPIM-ൻ്റെ തന്നെ പോളിറ്റ് ബ്യൂറോ 2019 ആണ്ടിൽ ഇത് സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ നൽകിയിരുന്നു. ആ ക്ലാരിഫിക്കേഷനിൽ തന്നെ പറയുന്നതിനകത്ത് ഒരു കാര്യം നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കണമെന്നായിരുന്നോ കത്തിൽ? അല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കത്തിനകത്ത് മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. എങ്ങനെ? ചില പ്രത്യേക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ ക്രൂരമായി അവരെത്തരത്തിൽ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഇത് മാത്രമല്ല വിഷയം. CPIM-ൻ്റെ 3 ഭേദഗതികൾ 2019 പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ വിഷയവും അതുപോലെ തന്നെ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഈ ബർമയിലെ കാര്യത്തിൻ്റെ മ്യാൻമാർ, ഇപ്പോഴത്തെ മ്യാൻമാർ, ആ മ്യാൻമാറിൽ നിന്ന് അവിടുത്തെ സൈനിക ജൂണ്ടയുടെയും അവിടുത്തെ വർഗീയ തീവ്രവാദികളുടെയും ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തേണ്ടി വന്നിട്ടുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ പറയും റോഹിംഗ്യൻ അഭയാർത്ഥികൾ എല്ലാവരും മുസ്ലിങ്ങളാണ് എന്നുള്ള നിലയിലേക്ക് BJP-ക്കാർ പലരും പറയും. കാളന്തി കുഞ്ചിൽ അവരുടെ അഭയാർത്ഥി ക്യാമ്പ് നരകത്തെക്കാൾ ദുരിതം അനുഭവിക്കുന്ന നിലയിലുള്ള ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പ് ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. പാർലമെൻറ്റ് അംഗമായിരിക്കുന്നവൾ ആദ്യമായി സന്ദർശിച്ച ആൾ ഞാനാണ്. അവിടെ അവർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന അവിടെ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ കൊച്ചു കുട്ടികളുമൊക്കെ ഈ നമ്മൾ വലിച്ചെറിയുന്നതായിട്ടുള്ള ഈ അതുണ്ടല്ലോ കാർഡ്ബോർഡും ഈ പ്ലാസ്റ്റിക്കും എല്ലാം കൊണ്ട് മറച്ചിട്ടുള്ളത്, ക്യാൻസർ രോഗികളടക്കമുള്ളത്, അവർ കൂടി വരുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പൂശിയിട്ടില്ലാത്ത ഈ കൈകൊണ്ട് കുഴച്ചതായിട്ടുള്ള, നമ്മൾ പഴയ കയ്യാല എന്ന് പറയുമല്ലോ ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ, അതുപോലുള്ള മൺകട്ടയിലുള്ള 2 ചെറിയ ഈ കുനിഞ്ഞ് കയറണം. അപ്പോൾ എന്നോട് പറയാണ്, സാബ് ഏ ഹമാര മന്ദിർ ഹേ, സാബ് ഏ ഹമാര മസ്ജിദ്. ഇടവഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് അവർ രണ്ടുപേരും ചോദിച്ചപ്പോൾ എന്താണ്, ഈ അഭയാർത്ഥികളിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് ആരെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതല്ല. ആ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രത്യേകം മതങ്ങളിൽപ്പെട്ടവരെ പറയുന്നു. ഈ പറയുന്ന രാഷ്ട്രങ്ങളിൽ നിങ്ങൾ പറയുന്നതായിട്ടുള്ള ഇനി അഫ്ഗാനിസ്ഥാൻ അല്ല പാകിസ്ഥാൻ, അങ്ങനെ തന്നെ ഈ ബംഗ്ലാദേശ് വന്നു, ഒരു മതവുമില്ല എന്നൊരാൾ പറയുകയാണ്. ഞാൻ ഇതിലൊന്നും പെട്ടയാളല്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മളെ ലോകത്തെ. സ്വീഡനിലെ ഏതാണ്ട് 1/3 ഭാഗം ആളുകൾ ഈ നിയമത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി നിശ്ചയമായും സുപ്രീം കോടതി പരിശോധിക്കും. എന്റെ സിമ്പിളായ ചോദ്യം, ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ ബംഗ്ലാ യുദ്ധ സമയത്ത് കുട്ടിയായിരിക്കെ ബംഗാളിലേക്ക് വന്ന് ഇപ്പോൾ കേരളത്തിൽ ജോലി എടുക്കുന്ന ഒരു രാജ് നന്ദൻ എറണാകുളത്തുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് ഇന്ത്യൻ പൗരത്വമില്ല. അയാൾ ഈ പോർട്ടലിൽ അയാളുടെ അപേക്ഷ കൊടുക്കുകയാണ്. ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പിൽ ഈ പറഞ്ഞ രേഖകൾ, ഇവരുടെ നിർദ്ദേശിച്ചിരിക്കുന്ന രേഖകളുണ്ടല്ലോ, ഈ രേഖകൾ ഏതെങ്കിലും ഹാജരാക്കിയാൽ ഈ എറണാകുളത്ത് താമസിക്കുന്ന ആൾക്ക് പൗരത്വം കിട്ടില്ലേ? അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു റെട്ടറിക്കലായി പൊളിറ്റിക്കലായി നമുക്ക് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാം എന്നുള്ളതിനപ്പുറത്ത് ഈ ഒരാൾക്ക് പൗരത്വം, ഈ ഒരാൾക്ക് അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? ഈ ചോദ്യം എന്നോടാണെങ്കിലേ, ഇതിൽ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചല്ല വിഷയം. പൗരത്വം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന നിയമനിർമ്മാണവും ഈ പറയുന്ന റൂൾസ് എല്ലാം കൊണ്ടുവന്നത്. അതാണ് വിഷയം. പൗരത്വം കൊടുക്കുക എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് അത്തരത്തിൽ വന്നിട്ടുള്ള അഭയാർത്ഥികളെ വന്നിരിക്കുന്ന റൂള് പൗരത്വം കൊടുക്കാനുള്ളതാണ്. ബാക്കി ഇനി ഇതിന് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ വിഷയം CAA അനുസരിച്ച് പൗരത്വം കൊടുക്കാനാണല്ലോ. വലിയൊരു പങ്ക് ആളുകൾക്ക് പൗരത്വം കിട്ടില്ല എന്നുള്ളതാണ് അഭിലാഷേ. നിങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രൽ ബോണ്ട് കേസുകളിലും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താണ്? ഇതെല്ലാം ട്രാൻസ്പാരൻസിക്ക് വേണ്ടിയിട്ടാണ് ആണല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങളത് പറയുന്ന ഒറ്റ സെക്കൻഡ് അത് പറയുമ്പോൾ ഞങ്ങളെ കളിയാക്കാൻ, റിഡിക്യൂൾ ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് BJP-യുടെ പല അവരുടേതായിട്ടുള്ള ഒളിയുദ്ധത്തിൻ്റെ ആളുകളെല്ലാം ഞങ്ങളുടെ എല്ലാം മാതാപിതാക്കളെ തെറി പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ്. ഇവിടെ ഈ പറയുന്ന ഈ നിയമനിർമ്മാണം ഈ തരത്തിൽ വരുന്നുവെങ്കിൽ ഇതിന്റെ ചട്ടങ്ങളും ഇതും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഭരണഘടന അനുസരിച്ച് നമുക്ക് പൗരത്വം കൊടുക്കാൻ. ഏതായാലും ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടെസ്റ്റ് പാസ്സാവട്ടെ. സുപ്രീം കോടതി ആ കാര്യത്തിൽ തീരുമാനമെടുക്കും.